പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലാണ്. ഇവിടെ നാം കാണുന്നത് അന്ധനായ ഒരു വ്യക്തി. ആ വ്യക്തി എന്തുകൊണ്ടാണ് അന്ധനായെന്ന് തമ്പുരാൻ്റെ ചോദിക്കുകയാണ്. ഇവൻ അന്ധനായത് ഇവൻ്റെ പാപം നിമിത്തമായിട്ടാണോ, ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം നിമിത്തമായിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ കർത്താവ് പറയുന്നുണ്ട്, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം നിമിത്തമായിട്ടല്ല ഇവൻ അന്ധനായെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കർത്താവ് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ സംഭവിച്ചത്, എങ്ങനെയാണ് ഇവൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നത്. അതിന് കർത്താവ് പറയുന്ന ഉത്തരമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. അതാണ് പ്രിയമുള്ളവർ, ഇവൻ്റെ അന്ധത അല്ല ഇവൻ്റെ ഒരു അവസ്ഥ മാറ്റം വരണമെങ്കിൽ ദൈവം ഇവനിൽ പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന പല കാരണങ്ങളും എന്തോന്ന് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയിലെ സ്വാഭാവികമായിട്ടും തമ്പുരാൻ പറഞ്ഞു. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നാം അനുഭവിക്കുന്നതിൽ അന്ധതകളുണ്ട്, ചില ബന്ധനങ്ങളുണ്ട്. അത് ഒരു പക്ഷേ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാകാം, പാരമ്പര്യമായി കൈമാറ്റപ്പെട്ടതാകാം. ആ ഒരു അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ അവസ്ഥ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാൻ ദൈവം ഒന്ന് ഓർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന എല്ലാ തകർച്ചകളും, എല്ലാ ബന്ധനങ്ങളും ഈശോ എടുത്ത് മാറ്റി അനുഗ്രഹിക്കും. ഇന്ന് നമുക്ക് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ അനുഭവിക്കുന്ന എല്ലാ ബന്ധനങ്ങളിലേക്കും, എല്ലാ തകർച്ചകളിലേക്കും, എല്ലാത്തരം അന്ധതയിലേക്കും ദൈവം കടന്നു വരികയും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ദൈവം എല്ലാ തരത്തിലും വിടുതൽ നൽകി കർത്താവിനെ അനുഗ്രഹിക്കും. മറക്കരുത്, ആ അന്ധൻ്റെ കാര്യത്തിൽ കർത്താവ് പറഞ്ഞുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആകണമെന്നില്ല. എൻ്റെ പാപമോ മാതാപിതാക്കളുടെ കടന്നു വന്ന ചില ബന്ധനങ്ങളോ ഉണ്ടെങ്കിൽ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണം. പ്രിയമുള്ളവരെ, ഓർക്കുക, വാഗ്ദത്തമെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുവാൻ വേണ്ടി നീ സമർപ്പിച്ച 5 നിയോഗങ്ങൾ നിനക്ക് സാധ്യതമാകണമെങ്കിൽ ചില ബന്ധനങ്ങളുണ്ടാവാം. അപ്പോൾ ആ ബന്ധനങ്ങൾ കണ്ടെത്തി ദൈവസന്നിധി സമർപ്പിക്കാം. ഈ വാഗ്ദത്ത ശുശ്രൂഷകളുടെ അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മൾ വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ വില ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ ചില ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ വേണ്ടി കൂടിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസം വാഗ്ദത്തമെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്കും വാഗ്ദത്തം പുതുക്കിയ മക്കൾക്കും നിങ്ങളെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ച് നിങ്ങൾ നടത്തുന്ന ത്യാഗോജ്വലമായ ജീവിതം നിമിത്തമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.